നമുക്കറിയാം ഇനി BJP ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു ബില്ല് വന്നു. അതിൽ ഈ ഇതിലെ വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളും നമുക്ക് അത് ഇപ്പോൾ ചർച്ച ചെയ്യണ്ട. പക്ഷെ എന്നാൽ പോലും അങ്ങനെ പിടിച്ചെടുത്ത് നൽകാൻ പറ്റുന്ന ഒരു ബില്ല് കൊണ്ടുവന്നു എന്ന് തന്നെ വിചാരിക്കുക, അത് നിയമമായി തന്നെ വിചാരിക്കുക. അങ്ങനെ ആയെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഭൂമി പിടിച്ചെടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് അതിന് നിയമപരമായിട്ടുള്ള ചില കാലതാമസങ്ങൾ വരാം. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം കാലതാമസം ഉണ്ടാകും. അപ്പം അങ്ങനെ അതൊരു റിയാലിറ്റി ആണ് എന്നിരിക്കെ, അതായത് ഈ ബില്ല് പാസ്സായാൽ പോലും, നിയമമായാൽ പോലും, അത് എത്ര കർശനമായ നിയമമാണെങ്കിൽ പോലും, അത് എത്ര വൺ സൈഡഡ് ആയിട്ടുള്ള നിയമമാണെങ്കിൽ പോലും, അത് നടപ്പിലാക്കാൻ ഒരു സമയം എടുക്കുന്നുള്ളത് ഒരു എന്താ സാമാന്യ ബോധമാണ്, സാമാന്യ യുക്തിയാണ്. അപ്പോൾ അതിന് മേലെയാണ് ഇവർ പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇന്ന് ബില്ല്, നാളെ നിയമം, മറ്റന്നാൾ ഭൂമി എന്നുള്ള നിലയിലേക്കാണ് ഇവർ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. മുഴുവൻ ആളുകളും അവിടെ വന്ന് BJPയുടെ മുഴുവൻ ആളുകളും ആ രീതിയിലാണ് സംസാരിച്ചത്. അതിൽ ഇവർ അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. അത് പിന്നീട് അത് ബില്ലായി വരികയും ബില്ലിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ്, നിയമത്തിന്റെ വ്യവസ്ഥ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നാളെ നമുക്ക് ഭൂമി കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ അതിന്റെ ചില വ്യവസ്ഥകൾ അത് സ്റ്റേ ചെയ്യുന്നു. പക്ഷെ അതുപോലെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത്രയും നാൾ ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ആ ബില്ല് സെറ്റ് ചെയ്തേക്കുന്ന എല്ലാ രീതി തന്നെയാണ്. ഈ ഒരു റിയലൈസേഷൻ അവിടെയുള്ള ആളുകൾക്ക് വന്നു എന്നുള്ളൊരു സംഭവം വന്നതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാഷണൽ മീഡിയ ഈ വിഷയം ക്യാരി ചെയ്യുന്നില്ല, പ്രാദേശിക മീഡിയ പോലും അവിടെ പോകുന്നില്ല.